ഹലോ, ഹായ് ചങ്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പം എന്താ പറയുക, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നത്, നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കുക. നമ്മളത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അവരിങ്ങോട്ട് മെസ്സേജ് ഇടുന്നത്. എനിക്കാരുമില്ല കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുക. അത് വീട്ടുകാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കോള് വിളിക്കുവാണെങ്കിലും നമ്മൾ എത്ര പുറകോട്ട് പോകും തോറും അവർ മുമ്പോട്ട് വരികയാണെങ്കിൽ അവരെ ജസ്റ്റ് മറുപടി കൊടുത്തെങ്കിലും നിങ്ങൾ പരിഗണിക്കണം കേട്ടോ. എന്താ പറയുക, അഹങ്കരിക്കാൻ പാടില്ല ഒന്നിൻ്റെ പേരിലും. ഈ സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും ഒരിക്കലും അഹങ്കരിക്കരുത്, വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും ഒരിക്കലും അഹങ്കരിക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് മേടിച്ച പപ്സാണ് കേട്ടോ. ഞാൻ മൈദ ഒന്നും കഴിക്കാറില്ല, മൈദ പൊറോട്ട ഒന്നും കഴിക്കാറില്ല. ഗോതമ്പിൻ്റെ ആണെങ്കിൽ 1-2 കഴിക്കും. അല്ലാതെ മൈദ എന്ന് പറയുന്നത് ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖം വരുന്നതല്ലേ. പിന്നെ ഞാൻ ഈ ഇറച്ചിയൊന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയ കെമിക്കലൊക്കെ ചെല്ലണമല്ലോ വയറ്റിൻ്റെ അകത്ത്. അങ്ങനെ ഒരു പപ്സ് മേടിച്ച അവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് കഴിച്ച് നോക്കിയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രേക്ഷകരെ, ഇതൊന്നും മേടിക്കരുത്. കാര്യം ഇതിനകത്ത് ഇപ്പം നൂഡിൽസ്, അതായത് മാഗി മസാല, ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് കുളവാക്കി വെച്ചിരിക്കുക. പണ്ടത്തെ പപ്സിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല. കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിക്കുന്നതൊക്കെ വീഡിയോ ഇടുവാണെന്ന്. പക്ഷെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാഗി മസാല അതുപോലെ ചിക്കൻ മസാലയൊക്കെ ചേർത്താൽ എന്തിനു കൊള്ളാം? ഒരു കാശിനും കൊള്ളത്തില്ലായി പപ്സ്. അപ്പം എന്താ പറയുക, നിങ്ങൾ നാച്ചുറലായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ചിക്കൻ മസാല, മാഗി മസാല ഒന്നും ഉപയോഗിക്കാതിരിക്കുക കറിക്കൊന്നും. കാര്യം മാരകമായിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പെരുകും. കാര്യം ഇപ്പോൾ ക്യാൻസർ സെൻറ്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. എന്തായാലും ദൈവം ആർക്കും ഒന്നും വരുത്താതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.